ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനൊക്കെ വളരെ അടുത്തായിട്ടാണ്. കങ്ങരപ്പടി എന്നാണ് സ്ഥലത്തിന്റെ പേര് പറയുന്നത്. സീപോർട്ട് റോഡിനോട് വളരെ അടുത്താണ്. കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്നും വെറും 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. നമുക്കിന്ന് പരിചയപ്പെടുത്തുന്ന കാക്കനാട് കങ്ങരപ്പടിയിലുള്ള ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെറും 500 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് കണ്ടോളൂ. അതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കാര്യങ്ങളൊക്കെ പറയാം. ഇത് ആക്ച്വലി നമുക്ക് ഒരുപാട് വില്ലകളൊക്കെ ഉള്ള ഒരു ഏരിയ നോക്കാതെ ഇൻഡിപെൻഡന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലെ വില്ല നോക്കുന്നവർക്ക് നല്ലതാണ്. പക്ഷെ നമുക്ക് എന്നാൽ തീർത്തും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തല്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിന്റെ റോഡിന് ഇരുവശമൊക്കെ ആയിട്ട് നിറയെ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഏരിയയിലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടും സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്തായിട്ടും സൈഡിലായിട്ടും ഒക്കെ വീടുകളുണ്ട്. എങ്കിൽ പോലും നമുക്കൊരു പ്രൈവസി കിട്ടുന്ന രീതിയിലുള്ള നിറയെ അടുപ്പിച്ചടുപ്പിച്ച് വില്ലകളല്ലാതെ ഒരു വീട്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വീടാണെന്ന് പരിചയപ്പെടുത്തുന്നത്. തൊട്ടപ്പുറത്ത് ബാക്കിലും സൈഡിലും ഒക്കെ ആയിട്ട് വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, കങ്ങരപ്പടി ജംഗ്ഷനിലേക്ക് നമുക്ക് 500 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്ക്, കളക്ടറേറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ 7 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. സെയിം ദൂരം തന്നെയാണ് ഇടപ്പള്ളി സൈഡിലേക്ക് പോകണമെങ്കിലും ലുലു മാളിലേക്ക് നമുക്ക് 7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകേണ്ടവർക്കാണെങ്കിൽ 22 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് എത്തിപ്പെടാവുന്നതാണ്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 3.5 സെന്റ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിലാണ്. നല്ല മനോഹരമായ ഒരു 3 BHK വീടാണ് ഇന്ന് മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ചെയ്യുക. അപ്പൊ നമുക്ക് വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ വില്ലയുടെ ഫ്രണ്ടിലൂടെ നിങ്ങൾക്ക് കാണാം, ടാർ റോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വില്ലയിലേക്ക് വരുന്നത് ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ്. നല്ല നീളത്തിൽ ഭംഗിയായിട്ടുള്ള എലിവേഷനോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ആയിട്ടൊരു വൈറ്റ് കളറാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. അതിനിടയ്ക്ക് വരുന്ന പില്ലറുകൾ, കാർപോർച്ചിന്റെ പില്ലറുകളിലൊക്കെ ആണെങ്കിൽ ഭംഗിയുള്ള ടെക്സ്റ്റർ വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു വലിയ ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിലൊക്കെ നോക്കിയാൽ കാണാം, ഒരു ആഷ് കളറുള്ള സെപ്പറേറ്റ് പെയിന്റ് കൊടുത്തിട്ടുണ്ട്. വീട് നിറയെ ഭംഗിയുള്ള LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് എലിവേഷൻ ഭംഗിയാക്കി ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടിന്റെ ദർശനം, അതായത് മെയിൻ ഡോറ് വരുന്നത് നോർത്ത് വെസ്റ്റ് ആയിട്ടാണ്. ഇതിന്റെ മെയിൻ ഡോറ് ഫേസ് ചെയ്യുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പൊ ഇതിന്റെ എലിവേഷൻ പറഞ്ഞ സമയത്ത് ഞാനൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് ടെറസിന്റെ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ കാണാം, അവിടെ കുറച്ച് ആഷ് കളറിലുള്ള ടെക്സ്ചർ വർക്കുകളും കൂടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ ടെറസിന്റെ ഏരിയയിൽ നോക്കുവാണെങ്കിലും കാണാം, GS സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് ഹാൻഡ് റെയിൽസ് ഒക്കെ പിടിപ്പിച്ചിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീടിനെ ഗേറ്റിനകത്തേക്കാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഗേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ GS സ്ക്വയർ ട്യൂബിൽ ഒരു വളരെ വലിയൊരു ഗേറ്റ് തന്നെയാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത്. ഈ ഗേറ്റിന് നമുക്ക് നടന്നു വരുന്നവർക്ക് കയറാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ പോർഷൻ, ഒരു പീസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടന്നു വരുന്നവർക്ക് കയറാം. അതുകൂടാതെ ഇവിടെ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഗേറ്റ് ആ എൻഡ് വരെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കാർ പോർഷനകത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, കാർ പോർച്ചും സറൗണ്ടിങ് ഏരിയാസും എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് വളരെ വലിയ ഒരു ഏരിയ തന്നെ ഇവിടെ കാർ പാർക്കിങ്ങിനായിട്ട് കവേഡിന്റെ അണ്ടറിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ചെറിയ കാറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ തന്നെ ഇതേ സ്പേസിൽ തന്നെ 2 എണ്ണം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. കാർ പോർഷന്റെ 2 പില്ലറുകളൊക്കെ നോക്കിയാലും കാണാം, ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ നോക്കിയാലും കാണാം, കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിന്റെ മുകളിലും നിറയെ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമുക്ക് 2 കാറുകളൊക്കെ മഴ നനയാതെ കംപ്ലീറ്റ് ആയിട്ട് ഒരു കവേർഡ് പോർഷൻ അണ്ടറിൽ കിട്ടുന്ന വീടുകൾ വളരെ കുറവാണ്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് മറ്റൊരു കാറും കൂടെ പാർക്ക് ചെയ്യാൻ. ഇവിടെ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് 2 കാറുകളും ഈ ഒരു കവേർഡ് പോർഷൻ അണ്ടറിൽ നിൽക്കുന്ന സ്പേസ് ആണ് നമുക്ക് ഈ ഒരു പോർഷനകത്ത് ലഭിക്കുന്നത്. സെയിം ടൈം തന്നെ നമ്മൾ വീടിന്റെ സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ആളുകൾക്ക് പാസ് ചെയ്ത് പോകാനുള്ള നല്ല സ്പേസ് ഇട്ടിട്ടാണ് വീടിന്റെ ബാക്ക് സൈഡിലേക്കുള്ള വഴികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോൺസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് ബാക്കിലേക്കുള്ള ഏരിയ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബേബി മെറ്റലൊക്കെയാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിവിടെ വർക്ക് കഴിഞ്ഞതിന്റെ കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് റിമൂവ് ചെയ്യാനുള്ളത് മാത്രമാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മെസ്സി ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം നേരെ ചെന്ന് നമുക്ക് നിൽക്കുന്നത് വീടിന്റെ ബാക്ക് എൻഡിലാണ്. ആ എൻഡിലായിട്ട് നിങ്ങൾക്കൊരു കിണർ കാണാം. ഇവിടുത്തെ വെള്ളത്തിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് കിണറാണ്. മറ്റൊരു ഓപ്ഷൻ നമുക്കുള്ളത് KWയുടെ വാട്ടർ കൂടിയാണ്. ഗേറ്റ് കടന്ന് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്, ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീടിന്റെ ലെഫ്റ്റ് സൈഡും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലെഫ്റ്റ് സൈഡും ബാക്കി കംപ്ലീറ്റ് ഏരിയ വന്നിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ആ ഒരു ഏരിയ ചെന്ന് എൻഡ് ചെയ്യുന്നത് നമ്മുടെ ബാക്കിലുള്ള വർക്ക് ഏരിയയിലാണ്.
ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. അത്യാവശ്യം നമുക്കൊരു 2-3 ചെയറൊക്കെ ഇടാനുള്ള സ്പേസ് കിട്ടുന്ന ഒരു സിറ്റ് ഔട്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലൊക്കെ നോക്കിയാൽ കാണാം നല്ല ഭംഗിയുള്ള ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ നിൽക്കുന്നതിന്റെ മുകളിലുള്ള ഭാഗത്താണെങ്കിലും LED ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് സിറ്റ് ഔട്ടിന്റെ ഭാഗം ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ് ഫേസ് ചെയ്താണ് വീടിന്റെ മെയിൻ ഡോർ സ്ഥിതി ചെയ്യുന്നത്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒറ്റ പീസിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെയാണ് വീടിന്റെ മെയിൻ ഡോറിനായിട്ട് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ നോക്കിയാൽ കാണാം വൈറ്റ് കളറിൽ ഒരു ചെറിയ ബ്ലാക്ക് ഡിസൈൻ വരുന്ന ഒരു ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ TV വെക്കാനുള്ള സ്പേസ് ആണ്. TVക്ക് ഇരിക്കാനുള്ള ആ ഒരു സ്പേസ് വളരെ ഭംഗിയായിട്ട് മൾട്ടിവുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ളൊരു വാൾപേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. മൾട്ടിവുഡിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നേരെ കയറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നത്. ഒരു വിൻഡോ വന്നിട്ട് ഇങ്ങനെയും മറ്റേത് വന്നിട്ട് ഒരു ഫ്രഞ്ച് വിൻഡോ മോഡലിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് നോക്കിയാലും നമുക്ക് കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് LED ലൈറ്റുകളുടെ ആധിക്യമൊന്നുമില്ലാതെ ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഡൈനിങ് ഹാളിന്റെ എൻട്രൻസ് വന്നിട്ടും കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിൽ ഇതുപോലെ ഭംഗിയുള്ള ഡിസൈനുകളിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഓരോ ഗ്യാപ്പുകളുടെ ഇടയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത് ഏകദേശം ഒരു മാക്സിമം നോക്കുവാണെങ്കിൽ നമുക്കൊരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല വലിയ ലെങ്തി ആയിട്ടുള്ളതും വിഡ്ത്തുള്ളതുമായ ഒരു ഡൈനിങ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നേരെ വന്നു കഴിയുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ്. കംപ്ലീറ്റ് ആയിട്ട് GS സ്ക്വയർ ട്യൂബിൽ കവർ ചെയ്തിട്ട് ഒരു വുഡൻ ഫ്രെയിം ഒക്കെ ഇട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് സ്റ്റെയർ കേസിലേക്ക് പോകാനുള്ള ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. സെയിം ടൈം തന്നെ അതിന്റെ താഴേക്ക് നോക്കിയാലും നമുക്ക് കാണാം ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് ഒക്കെ അവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം റൂഫിലൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വിൻഡോസ് കിട്ടുന്നത് ഈ ഭാഗത്ത് 3 വിൻഡോസ് ആയിട്ടാണ് ഡൈനിങ്ങിലേക്കുള്ള എയർ സർക്കുലേഷൻ പോസിബിൾ ആക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് വാഷിംഗ് കൗണ്ടർ ആണ്. ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡിന്റെ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ട് ഭംഗിയായ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. അതിന് താഴെയാണെന്നുണ്ടെങ്കിലും കുറച്ച് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി ഒക്കെ ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമുക്ക് 3 ബെഡ്റൂമുകളാണ് വരുന്നത്. ഒരു ബെഡ്റൂം വന്നിട്ട് താഴെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡോറിന്റെ പാറ്റേൺ നോക്കിയാൽ കാണാം ഇതുപോലെ അത്യാവശ്യം ഭംഗിയുള്ള ഡിസൈനിലൊക്കെയാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഒരു ഡബിൾ കോട്ട് കട്ടിലിട്ടാൽ തന്നെ വീണ്ടും നമുക്ക് ഇവിടെ എക്സസ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ബെഡ്റൂമിന്റെ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ വരുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വിൻഡോസ് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വാർഡ്രോബ് കുറച്ചും അങ്ങോട്ട് മാറി വേറൊരു സ്പേസിലിട്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. പക്ഷെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ കിട്ടുന്നുണ്ട്. മിററോട് കൂടിയിട്ട് ഇവിടേക്ക് നമുക്ക് ഈ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിലും ഈ ഭാഗത്തുമൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡ്രോകളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ കാണുന്ന ഡ്രസ്സിംഗ് ടേബിൾ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ഇതിന്റെ റൂഫിൽ ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകളൊക്കെ ആവശ്യത്തിനിട്ട് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ മെയിൻ വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കുറച്ച് നീങ്ങി ആ ഒരു സ്പേസിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഡോറുകളൊക്കെ കൊടുത്തിട്ട് മൾട്ടിവുഡിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിനോട് തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാൻ പറ്റുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് സെറയുടെ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ടൈലുകൾക്കൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ ആണ്. വളരെ ഭംഗിയായിട്ട് മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് കിച്ചണിന്റെ എൻട്രൻസ് എല്ലാം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തൊക്കെ നല്ല ഡിസൈനുകളൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നോക്കിയാലും കാണാം ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഒരു 3 പേർക്ക് വരെയൊക്കെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് കിച്ചണിൽ കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളറിലാണ് കോമ്പിനേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന രീതിയിലാണ്
മുകളിൽ 2 ലെയറിലും താഴെയൊക്കെ ആയിട്ട് കിച്ചൺ ക്യാബിനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷനും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെയാണ് കിച്ചണിന്റെ റൂഫിലാണെങ്കിൽ പോലും ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയയ്ക്കായിട്ട് അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസിലേക്കാണ്. ഓൾറെഡി വർക്ക് ഏരിയ ഇവിടെ കംപ്ലീറ്റ്ലി ചെയ്തിട്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ നമുക്ക് ഇവിടെയും സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ഇവിടെ ഒരു സിങ്ക് ഫെസിലിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. ഇതിനാണെങ്കിലും 2 സൈഡിലും ഡോർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു വീട്ടിൽ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കാണുന്ന ഈ ഡോറുകൾ തുറന്നിറങ്ങിയാലും ഒട്ടും കൺജസ്റ്റഡ് അല്ല, നല്ല സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ 3.5 സെന്റിൽ ചെയ്തിരിക്കുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് 3.5 സെന്റിലുള്ള ഒരു വീടിന് സ്പേസ് കുറവായിരിക്കില്ല എന്നാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമ്മളടുത്ത് വേറെ എഡിറ്റിംഗ് ചെയ്തോ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങളെ കാണിക്കുന്നത്. ഈ വീട് ഡയറക്റ്റ് ഷൂട്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. വീടിന്റെ സറൗണ്ടിങ് ഏരിയാസ്, വീടിന്റെ ചുറ്റും നമുക്ക് നടന്നു പോകാനുള്ള ഒരു നല്ല സ്പേസും ചെടികളൊക്കെ നടാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്പേസ് നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിന്റെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഈ സ്റ്റെപ്പുകളെല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള വോൾ നോക്കിയാൽ കാണാം. അവിടെ നമുക്ക് എന്തെങ്കിലും ഷോക്കേസ് ഐറ്റംസ് ഒക്കെ ചെറിയ ഷോക്കേസ് പീസ് ഒക്കെ വെക്കാനായിട്ട് 3 ചെറിയ ഷെൽഫുകൾ പോലുള്ളൊരു ഇതുകൂടി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ നേരെ വന്ന് ഈ ഒരു നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാം നിറയെ വർക്കുകളും ചെറിയ LED സ്ട്രിപ്പുകളും ചെറിയ LED ലൈറ്റുകളും ഒക്കെ ഇട്ട് ഭംഗിയായിട്ടാണ് ഇത്രയൊരു ഭാഗത്തുള്ള റൂഫ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു റൂം കിട്ടുന്നുണ്ട്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ എല്ലാം തന്നെ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു സെയിം ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ള ഒരു വലിയ ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. താഴെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡബിൾ കോട്ട് കട്ടിലിട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസ് കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു 2 ഭാഗത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 3 വിൻഡോസ് വെച്ചിട്ടാണ് 2 സൈഡിലായിട്ടും ചെയ്തിരിക്കുന്നത്. അതിനോടടുത്ത് തന്നെ നമുക്കൊരു ഒരു ചെറിയ ഡ്രസ്സിംഗ് ടേബിൾ കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. താഴെ കണ്ടതുപോലുള്ള സെയിം അറേഞ്ച്മെന്റ് ആണ് ഈ ഒരു ബെഡ്റൂമിലും ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും വാർഡ്രോബ് വന്നിട്ട് സെപ്പറേറ്റ് ആ ഒരു ഏരിയയിലേക്ക് മാറിയിട്ടാണ് 2 ഡോർ ആയിട്ട് വാർഡ്രോബ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെയാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കിട്ടുന്നത്. താഴെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള സെയിം കളർ കോമ്പിനേഷനാണ് ടൈലുകൾക്കൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ ഇറങ്ങി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. ഈ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ബെഡ്റൂം കൂടെ കിട്ടുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. നേരത്തെ കണ്ട 2 ബെഡ്റൂമുകളെ പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആണെങ്കിലും റൂഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വിൻഡോസ് കിട്ടുന്നത് ഈ 2 ഭാഗത്തായിട്ട് 3 വിൻഡോസ് വെച്ചിട്ടാണ് 2 സൈഡിലായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണർ ഭാഗത്ത് താഴെ പോലെ തന്നെ സെയിം നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാർഡ്രോബ് നമുക്ക് അഡീഷണൽ ആയിട്ട് മുകളിലൊക്കെ നോക്കിയാൽ കാണാം കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ഷെൽഫ് ഫെസിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇവിടെയും മൾട്ടിവുഡിൽ തന്നെ വലിയൊരു വാർഡ്രോബ് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടും ഈ ഒരു ഡ്രസ്സിംഗ് ടേബിളിനോട് ചേർന്ന് അതിന്റെ അടുത്തായിട്ട് തന്നെയാണ്. ടൈലുകളൊക്കെ സെയിം കളർ കോമ്പിനേഷൻസ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു അപ്പർ ലിവിംഗ് ഏരിയ കൂടി കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ഇപ്പൊ കറക്റ്റ് ആണ്. 3.5 സെന്റിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഒരു വലിയ ലാൻഡ് അളവിൽ തന്നെയാണ്. 3.5 സെന്റ് എന്ന് പറഞ്ഞതല്ല, നമ്മൾ ഈ വീട് ഡയറക്റ്റ് വന്ന് കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിന്റെ സൗകര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ 3.5 സെന്റിൽ ഒരു വീട് വന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഇത് വന്ന് കണ്ടു കഴിയുമ്പോഴാണ് എത്രമാത്രം സ്പേസും സൗകര്യങ്ങളുമാണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ റൂഫിലുള്ള വർക്കുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സിമ്പിൾ വർക്കുകളാണ്. അതേസമയം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വർക്കുകളും ഡിസൈനും ഒക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടിവുഡിലാണ്. അത്യാവശ്യം ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികൾ കിട്ടുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാം നിറയെ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന ഷെൽഫുകളുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു വലിയ ഷെൽഫൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് TV സ്പേസ് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് താഴെ കണ്ടതുപോലെ ഒരു ഫ്രഞ്ച് വിൻഡോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്.
അതുകൂടാതെ ഇവിടെ ഇതുപോലെ കുറച്ച് ഓപ്പണിങ്സും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബാൽക്കണിയിലേക്ക് കൂടി ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ കാണുന്ന ഓപ്പണിങ്സ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഈ കാണുന്ന ഡോറ് തുറന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് വലിയൊരു ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട്. രണ്ടായിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഒരു ഏരിയ കവർ ചെയ്തിട്ടും ബാക്കി വരുന്ന ഏരിയ ഓപ്പൺ ആയിട്ടും 2 ടൈപ്പ് ഓഫ് ടൈലുകളൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണി ഏരിയ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് വളരെ നീറ്റ് ആൻഡ് എലഗന്റ് ആയിട്ടാണ് ബാൽക്കണി സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും കുറച്ച് ടെക്സ്റ്റൈൽ വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ കാണുന്ന ഒരു വലിയ സ്പേസ് കൂടാതെ ഈ കവേർഡ് ആയിട്ടുള്ള ബാൽക്കണിയുടെ അണ്ടറിൽ നമുക്ക് ഇനിയും കുറച്ചും കൂടി സ്പേസ് കാണാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നതെന്ന്. ഇവിടെ നിന്നിട്ട് ഈ ഒരു ബാൽക്കണി ഏരിയ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും കൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ടെറസ് വന്നിട്ടാണെങ്കിൽ ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ബാൽക്കണി ഏരിയ ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗം കവേർഡും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗം ഓപ്പൺ ആയിട്ട് ഇടുന്നത് നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഡ്രസ്സുകളൊക്കെ നമുക്കൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കണമെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് ഉണക്കണമെങ്കിലും ഒക്കെ കുറച്ച് സൺലൈറ്റ് ആവശ്യമാണ്. അതുപോലെ ചെടികളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാൽക്കണി ഭാഗത്ത് നിറയെ ചെടിച്ചട്ടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് കിട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ഈ കാണുന്ന വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനടക്കെ വളരെ അടുത്തായിട്ട് കങ്ങരപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. വെറും 500 മീറ്റർ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്കുള്ള ദൂരം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും കാക്കനാട് ആണെങ്കിലും ഇടപ്പള്ളിയിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും വെറും 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്തെത്താം. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണെങ്കിൽ 25 മിനിറ്റ്സിൽ നമുക്ക് ഈസി ആയിട്ട് എത്താവുന്നതാണ്. അതുകൂടാതെ ഈ കാണുന്ന വീട് ഒരു ഇൻഡിപെൻഡന്റ് വീടാണെന്ന് തന്നെ നമുക്ക് പറയാം. നിറയെ വില്ലകളുള്ള ഏരിയ ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുണ്ട്. അവർക്ക് പറ്റിയൊരു ചോയ്സ് തന്നെയാണ് ഈ കാണുന്ന വീട്. എങ്കിൽ പോലും നമുക്ക് ഇവിടെ അടുത്തൊക്കെ വീടുകളായിട്ടും തന്നെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടതാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലും കൂടിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ മനോഹരമായ വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 3.5 സെന്റ് ലാൻഡിലാണ്. 3.5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 1600 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. നമുക്കിവിടെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കിണർ വെള്ളം അവൈലബിൾ ആണ്. മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത് വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കൂടിയാണ്. ഈ മനോഹരമായ വീടിന് ഉദ്ദേശിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. 88 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഈ ഭംഗിയുള്ള വീട് കാണാനും സ്വന്തമാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.